8 കോടിയോളം വിലപിടിപ്പുള്ള മയക്കുമരുന്നുകളാണ് 2 ബാംഗ്ലൂർ സ്വദേശികളുടെ കയ്യിൽ നിന്നും ഞങ്ങൾ പിടികൂടിയത്. ഞാൻ പിടികൂടിയത്. സാർ എവിടുന്നായിരുന്നു ഇൻഫർമേഷൻ? ഇൻഫർമേഷനോ? നോ, ഇറ്റ്സ് ഒബ്സർവേഷൻ. ബാംഗ്ലൂരിൽ നിന്ന് കൊച്ചിയിലേക്ക് വൻതോതിൽ മയക്കുമരുന്ന് ഒഴുകുന്നു എന്നതിന്റെ സൂചന ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിന് നേരത്തെ കിട്ടിയിരുന്നു. അന്ന് മുതൽ മയക്കുമരുന്ന് എത്താൻ സാധ്യതയുള്ള എല്ലാ വഴികളും ഞാൻ നിരീക്ഷിച്ചു വരികയായിരുന്നു. Any more questions? Thank you, sir. Thank you, sir. അഭിനന്ദനങ്ങളുടെ മഴയിലിടോ. ഒരു മനുഷ്യന് എത്ര ഫോൺ അറ്റൻഡ് ചെയ്യാൻ പറ്റും? 100, 200? തന്റെ മിസ് കോൾ ഒന്നും ഞാൻ കണ്ടില്ല. അതാ ഇപ്പോഴും ആൾക്കാർ ഇന്റർവ്യൂവിന് വിളിച്ചോണ്ടിരിക്കുക. ആ റിപ്പോർട്ടറിലെ ഹൈദറൊക്കെ വിളിച്ചിരുന്നു. ഞാൻ കൊടുത്തില്ല. തന്റെ പട്ടിഷോ കണ്ടു ചാനലില്. ഇത്തരം ഒരു ഇൻഫർമേഷൻ കിട്ടിയിട്ട് എന്നെ ACP വിവരം അറിയിക്കാൻ എന്താണ് സർ? കേസിന്റെ ജെന്യൂനിറ്റി ബോധ്യപ്പെട്ടതിന് ശേഷം സാറിനെ അറിയിക്കാന്ന് വിചാരിച്ചു സർ. സോറി സർ. ഇന്റർഗേഷൻ തുടങ്ങിയോ? ഇല്ല സർ, തുടങ്ങാൻ പോകുന്നേ. താൻ നേരത്തെ വിളിച്ചറിയിച്ച മീഡിയാസിനെ എല്ലാം വിളിച്ചിട്ട് പ്രതികളെ കമ്മീഷണറുടെ നേതൃത്വത്തിൽ ചോദ്യം ചെയ്യുന്നുവെന്ന് ന്യൂസ് കൊടുക്കണം സർ. കൊടുക്കോടോ? കൊടുക്കാം സർ. കം. ഹൗ മച്ച് ഇറ്റ് കോസ്റ്റ്? ഏതാനും വില ഇവർക്കേ പറയാൻ പറ്റൂ. That's true. മെറ്റീരിയൽ ജിപ്സം പൗഡറാണ്. അതെ സാർ, ഈ കെട്ടിട നിർമ്മാണത്തിനൊക്കെ വ്യാപകമായി ഉപയോഗിക്കാറുണ്ട്. ഇദ്ദേഹത്തിന് അബദ്ധം പറ്റിയതാ. എത്ര കൊല്ലത്തെ സർവീസ് ഉണ്ടോ തനിക്ക്? സർ 15. മയക്കമരുന്നും ജിപ്സം പൗഡറും കണ്ടാൽ തിരിച്ചറിയാൻ കഴിയാത്ത താനൊക്കെ എന്ത് വാഴയ്ക്കാണോ കൊലത്തേത്? Excuse me, sir. Release us, please. Release them. Sir, several times we told this officer that it's not drugs, it's gypsum powder. And he slapped my colleague. Sorry. Sir, 3 മേജർ ആർക്കിടെക്റ്റുകളായിട്ട് മീറ്റിംഗ് ഉണ്ടായിരുന്ന ഞങ്ങൾക്ക്. സെയിൽസ് എല്ലാം പോയില്ലേ? ഈ നഷ്ടമൊക്കെ ആര് വഹിക്കും? ഇയാൾ തരൂ. Sir, this man is a disgrace to the entire police force. Absolutely. നിങ്ങൾ എന്റെ ഓഫീസിലേക്ക് വരൂ, നമുക്ക് സംസാരിക്കാം. അതിനുമുമ്പ് ഞങ്ങൾക്ക് കുറച്ച് പ്രൊസീജിയേഴ്സ് ഉണ്ടല്ലോ. So, Hari, ഞാനിപ്പോ നിൽക്കുന്ന ഒരു പോലീസ് സ്റ്റേഷനിലാണ്. You may have seen this man today morning. ഈ നിൽക്കുന്ന ഇഡിയറ്റ് ഓഫീസർ. നാളെ രാവിലെ തന്റെ ഓഫീസിലേക്ക് വാ. സസ്പെൻഷൻ ഓർഡർ അപ്പ തരാം. ഇയാളുടെ കയ്യിൽ അതോറിറ്റി ഉണ്ടെന്ന് കരുതിയിട്ട് അതിന്റെ ദാഷ്ട്യം ഇയാൾ കാണിച്ചത് കുറച്ചൊന്നുമല്ല. എന്റെ കൊളീഗിനെ തല്ലിയതും പോരാതെ ഞങ്ങളെ ഫുൾ മാധ്യമങ്ങളിൽ മനോജ് ഫോൺ എടുക്കടാ. എന്റെ ഫോൺ എടുക്ക്. എന്റെ പൊന്ന് സാറേ, ഇപ്പൊ കിടന്നിങ്ങനെ വിളിച്ചിട്ട് ഒരു കാര്യമില്ലേ. എന്നെ അറിയുന്നവരോട് ഞാൻ പണ്ടേ പറഞ്ഞിട്ടുള്ള രാത്രി 9:30 കഴിഞ്ഞ് എന്റെ കോൾ എടുക്കല്ലേന്ന്. നീ പോടാ മാറി. കണ്ടു നാണക്കേടായി നാട്ടിലും വീട്ടിലും. ഞാൻ ഇന്ന് വെറുതെ കമ്മീഷൻ ഓഫീസർ ഒന്ന് പോയി സാർ. നമുക്ക് 3 പേർക്ക് സസ്പെൻഷൻ ഉണ്ടെന്ന് അറിഞ്ഞത്. ഓ, നിങ്ങൾക്കുണ്ടല്ലേ? ഗുഡ്. സാർ, ഞങ്ങൾ തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്ന് സാർ കമ്മീഷണറെ വിളിച്ച് പറയുകയാണെങ്കിൽ ഞങ്ങളെ 2 പേരും ഒഴിവാക്കി കിട്ടും. ഞാൻ പറയൂല. സാധനം കിട്ടിയോ? നിങ്ങൾക്ക് എന്നെ എരി കിട്ടിയതല്ലേ? ഒന്ന് മണപ്പിച്ചെങ്കിലും നോക്കായിരുന്നില്ലേ? മണത്തോക്കുള്ള സമയം പോലും സാർ അതിന് തന്നില്ലല്ലോ. നമ്മുടെ ഗ്രൂപ്പ് ലൈവ് കണ്ട ആരോ ആണെന്ന് തോന്നുന്നു സാർ. സസ്പെൻഷൻ കിട്ടിയല്ലേ? ആത്മഹത്യ അല്ലാതെ വേറെ മാർഗമൊന്നുമില്ല. അയ്യോ സാർ, അങ്ങനെ പറയല്ലേ സാർ. എന്തെങ്കിലും ചെയ്തേ പറ്റൂ. ഞാൻ എന്തെങ്കിലും ചെയ്യും. താങ്ക് യു സർ. സർ, നീനുവിന് അത്യാവശ്യം നല്ല ഫാൻ ഫോളോയിങ് ഉണ്ടായിരുന്നു. ഉണ്ടാവണമല്ലോ, അതുകൊണ്ടല്ലോ ഒരു സെലിബ്രിറ്റി എന്ന് വിളിക്കുന്നത്. അതെ അതെ അതെ. അപ്പൊ നീനുമായിട്ട് നല്ല പരിചയമുള്ള ഒരാള് അയാളുടെ ആരാധന മൂത്ത് അതൊരു ഒബ്സഷനായിട്ട് മാറിയെന്ന് വെക്കാം. അവിടെ വെക്കാം. ഈ ഒബ്സഷൻ കാരണം അയാൾ നീനുമായിട്ട് കൂടുതൽ അടുപ്പത്തിലാവാൻ ശ്രമിച്ചു. അപ്പോൾ അവൾ അയാളെ ഇഗ്നോർ ചെയ്ത് തുടങ്ങി. അപ്പോൾ അയാൾ ആകെ ഇൻസൾട്ടഡായി. ഇതൊരു സോളിഡ് മോട്ടീവ് അല്ലേ? ഇത് മയണൈസ് അല്ലേ?
പൊളിച്ചോ. ആ എടോ അങ്ങനെ ഒരാൾ ഉണ്ടാവണ്ടേ? അങ്ങനെ ഒരാളുണ്ട് സാർ. ആഹാ, ഒഴിച്ചോ. ആ. ആരാണ് അയാൾ? നീനുവിനെ സോഷ്യൽ മീഡിയയിൽ സ്ഥിരമായിട്ട് ഫോളോ ചെയ്തിരുന്ന ഒരാൾ. നീനുവിൻ്റെ റൂംമേറ്റിൻ്റെ മൊഴി പ്രകാരം നീനുമായിട്ട് ഫോണിലും നേരിട്ടും നിരന്തരമായി സംസാരിച്ചുകൊണ്ടിരുന്ന ആൾ. കൃത്യം നടന്ന ദിവസം അതേ സമയം അതേ ടവർ ലൊക്കേഷനിൽ 10 മിനിറ്റോളം ചെലവഴിച്ചിട്ടുള്ള ഒരാൾ. നീനുവിൻ്റെ വീട്ടിൽ പത്രമിടുന്ന ഹരി. പൊളി. ഗുഡ് ടേസ്റ്റ് ആൻഡ് ഗുഡ് ചോയ്സ് ടു. താങ്ക് യു. വീടും പരിസരവും കൃത്യമായിട്ട് അറിയുന്ന വ്യക്തി. യെസ്. ലോ പ്രൊഫൈൽ. സ്ഥിരമായി പത്രമിടുന്ന സമയം തന്നെ കൃത്യം നടത്താൻ തെരഞ്ഞെടുത്തത് അയാൾക്ക് ഈ സംഭവത്തിൽ നിന്നും രക്ഷപ്പെടുന്നതിന് വേണ്ടി. കൊള്ളാം. ഒന്നും നോക്കണ്ട, പൊക്കിക്കോ പൊക്കിക്കോ. ഓക്കെ. അല്ല, ഇതൊക്കെ എൻ്റെ ഊഹാപോഹങ്ങളാന്ന് വിചാരിക്കോ? സോളിഡ് ആയിട്ടുള്ള ഒരു എവിഡൻസ് ഉണ്ട്. അപ്പോൾ എടോ, ഫിംഗർ പ്രിന്റും റൂംമേറ്റിന്റെ മൊഴിയൊക്കെ നമ്മുടെ കയ്യിലിരിക്കല്ലേ? ഇയാള് പോയി പൊക്കടോ. ചെല്ലേ. എന്താ മന്തി വേണ? ഏയ് വേണ്ട. എന്നാ ഇയാള് ചെല്ലടോ. ഉച്ചയ്ക്ക് ശേഷം സ്വർണ്ണക്കടത്ത് കേസിന്റെ ട്രയൽ ഉള്ളതാ. മനുഷ്യന് മൊത്തം നിന്ന് വേർക്കാനുള്ളതാ. ചെല്ല്. ചുമ്മാ മനുഷ്യനെ മെനക്കെടുത്ത. ഇത് താൻ ഫ്രെയിം ചെയ്തതാണോ? ചെറുതായിട്ട്. അങ്ങനെ തോന്നുന്നുണ്ടോ? കോടതിയിൽ നിൽക്കും. നമ്മുടെ നിയമം അങ്ങനെയാണല്ലോ. ഈ പറഞ്ഞതൊക്കെ അല്ലാന്ന് തെളിയിക്കേണ്ടത് പ്രതിയുടെ ഉത്തരവാദിത്വമാണ്. പ്രോസിക്യൂട്ടറുടെ ഒപ്പീനിയൻ എടുത്തോ? പുള്ളി ഡബിൾ ഓക്കെയാണ്. എനിക്ക് ഉറപ്പുണ്ട് ഇത് അവൻ തന്നെ ചെയ്ത. എന്നാ പ്രൊസീഡ് ചെയ്യേ. ഡിഫൻസ് ലോയർക്ക് ഇടുവാണെങ്കിൽ ട്രയലിന് ഞാനും വരും കോടതിയിൽ. ഓക്കെ, കിടന്നു. ഇതൊക്കെ തന്റെ വേറെ ഊഹമാണോടോ, അതോ ആ ജിപ്സം പൗഡർ കേസ് പോലെ ആവോ? നോ സർ, ഐ നോ ഇറ്റ്സ് എം. നമുക്കൊരു ഐ വിറ്റ്നസ്സും ഉണ്ട്. ഓ, ഒരു സരസ്വതി പൂജ. ഇത് ഗണപതിയുടെ അമ്പലാ. ഓ സോറി. ഈ പരീക്ഷയിൽ ജയിക്കാൻ ഇവിടെ ഏത് പൂജയെന്ന് വെച്ചാ? പരീക്ഷയ്ക്ക് ജയിക്കാനൊക്കെ പരീക്ഷയിൽ ജയിക്കാനേ നന്നായി പഠിച്ചാൽ മതി. ഇപ്പൊ വന്ന സ്ഥിതിക്ക് ഒരു വിഘ്നേശ്വര പൂജ ചെയ്തോ, വിഘ്നങ്ങളൊക്കെ മാറിക്കിട്ടും. ശരി. പേരും നാളും പറഞ്ഞോളൂ. കോൺഫിഡന്റ് അല്ലേ? എന്താ സംശയം? ഒരു മൾട്ടിനാഷണൽ കമ്പനിയുടെ സൈബർ സെക്യൂരിറ്റി അനലിസ്റ്റ് ആയിരുന്നു എനിക്ക്. IT ഡിപ്പാർട്ട്മെന്റ് റാങ്ക് ലിസ്റ്റിൽ കയറി കൂടുക എന്നത് പറിക്കുന്നത് പോലെ സിമ്പിൾ അല്ലേ? ഈശ്വര, സിമ്പിൾ ആക്കി തരണേ. പിന്നല്ല, പ്രാർത്ഥിച്ചിട്ടുണ്ടാ, വിഘ്നങ്ങളൊന്നും ഉണ്ടാവില്ല. വിഘ്നേശ്വര. ബഹളമൊന്നും വേണ്ട. ഹരിവേം വന്ന് വണ്ടി കയറും. ഞാനെന്തിനാ വണ്ടി കയറണം? അതൊക്കെ പറയാ ഹരി, വന്ന് ജീപ്പി കയറ്. ഞാൻ കുറ്റമൊന്നും ചെയ്തിട്ടില്ലല്ലോ, പിന്നെന്താ ജീപ്പേ കയറണം? സജാദേ പിടിച്ചേർക്കടോ. സാർ ഒരു ഇമ്പോർട്ടന്റ് PSC എക്സാം ഉണ്ട്, അത് കഴിഞ്ഞിട്ട് സ്റ്റേഷനിൽ എത്തിയാ പോരെ? വണ്ടി എടുക്കണോ? വധക്കേസ് പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇയാൾ പോലീസ് നിരീക്ഷണത്തിലായിരുന്നു എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. കൃത്യമായി പറഞ്ഞാൽ 2 തവണ പോലീസ് പ്രതിയെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തിരുന്നു. അതിനുശേഷം സാഹചര്യ തെളിവുകൾ കൂടി പരിശോധിച്ച ശേഷമാണ് ഇന്ന് രാവിലെയോടെ അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ ദിവസം ഹോട്ടലിൽ നിന്നും ജിപ്സം പൗഡർ കണ്ടെടുത്ത ഇൻസ്പെക്ടർ ദിനേശിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതിയെ വിശദമായ ചോദ്യം ചെയ്യാനായി പോലീസ് ക്ലബിലേക്ക് കൊണ്ടുപോകുന്നത്. പക്ഷേ ഇപ്രാവശ്യം അദ്ദേഹം വളരെ കോൺഫിഡൻസിലാണ്. വീണ്ടും നമുക്ക് നല്ല കാര്യങ്ങൾ തന്നെ പ്രതീക്ഷിക്കാം.
ഹലോ സാർ. എവിടെ എത്തി? സാർ ഒരു 5 മിനിറ്റ് സാർ, ഇപ്പം എത്തും. എല്ലാം നന്നായി ഫീഡ് ചെയ്തിട്ടുണ്ടല്ലോ അല്ലേ? കമ്മീഷണർ ഉണ്ട് ഇവിടെ. സാർ ഒന്നും പേടിക്കണ്ട. കമ്മീഷണർ അല്ല, സുപ്രീം കോടതിയിലെ മുഴുവൻ വക്കീലന്മാരും ഒരുമിച്ച് നിന്ന് വാദിച്ചാൽ പോലെ ഒരു ഇഞ്ച് കുലുങ്ങാത്ത ആളെയല്ലേ നമ്മുടെ ചിത്രമാന സാർ സാക്ഷിയാക്കി തന്നേക്കുന്നത്. ഒന്നും പേടിക്കണ്ട സാർ. വേഗം വാ. ആ ഓക്കെ സാർ. ഈ ഘട്ടത്തിൽ നമുക്ക് എക്സ്ക്ലൂസീവായി ഒരു വാർത്ത നമ്മുടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കാനുണ്ട്. അതായത് ഈ കേസിന് ഒരു ദൃക്സാക്ഷി, ഐ വിറ്റ്നസ് ഉണ്ട് എന്നുള്ളതാണ് ആ പ്രധാനപ്പെട്ട വിവരം. പ്രതി നീനുവിന്റെ വീട്ടിലേക്ക് കയറി പോകുന്നത് ഈ ദൃക്സാക്ഷി കാണുകയും ചെയ്തു. അതായത് നീനു വാതിൽ തുറന്നു കൊടുക്കുന്നത് കണ്ടു എന്നുള്ളതാണ്. ഐ വിറ്റ്നസിനെ കൊണ്ടുവന്നിട്ടുണ്ട് സാർ. വിളിക്കേ സാർ. നമസ്കാരം. ഇരിക്കാം. തനിങ്ങി വന്നേ. എടോ, സ്മാർട്ടാണെന്നൊരു ധാരണ തനിക്കുണ്ട്. അത് പൂർണ്ണമായിട്ട് ശരിയല്ല. മനസ്സിലായില്ല സാർ? എനിക്ക് മനസ്സിലായി. ആ ഇരിക്കുന്ന ആളെ. എടോ, പോലീസിന് വേണ്ടി പതിവായി കള്ളസാക്ഷി പറയുന്ന ഒരാളെ മുന്നിൽ കൊണ്ട് നിർത്തിയിട്ട് എനിക്ക് മനസ്സിലാവില്ലെന്ന് വിചാരിച്ചോ? സാർ, അതിന് സാറല്ലല്ലോ കൺവിൻസ് ആവേണ്ടത്, കോടതിയല്ലേ. അത് ഉറപ്പായും കൺവിൻസ് ആവുമെന്ന് എനിക്കറിയാം, ഒരു സംശയമില്ല. പിന്നെ സാർ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പുള്ളി കള്ളസാക്ഷിയാന്ന് പറയുന്നത്? പുള്ളി ഏതെങ്കിലും കേസിൽ ഹോസ്റ്റൽ വിറ്റ്നസ് ആയിട്ടുണ്ടോ? പുള്ളി സാക്ഷി പറഞ്ഞിട്ടുള്ള എല്ലാ കേസിലും പ്രതികൾക്ക് ശിക്ഷ കിട്ടിയിട്ടേ ഉള്ളൂ, എപ്പോഴും. പിന്നെ കേസിൻ്റെ സ്ട്രെങ്ത്തിന് വേണ്ടിയിട്ട് തെളിവുകളും സാക്ഷികളും ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്ന ആദ്യത്തെ സംഭവമൊന്നുമല്ലല്ലോ. സാറ് വേണ്ട അന്വേഷിച്ച കേസിൽ എസ്കത്തി പ്രധാന എമോ ആയതല്ലേ? അതൊക്കെ ശരിയാണ്. എടോ, ആ പയ്യൻ്റെ വീട്ടുകാരും നാട്ടുകാരും ഒക്കെ നമുക്കെതിരെ തിരിഞ്ഞാലോ? ഒരുത്തനും വരാൻ പോകുന്നില്ല. അവന് നാട്ടുകാരായിട്ട് യാതൊരു കണക്ഷനും ഇല്ല, ഒരു പഞ്ചായത്ത് മെമ്പർ പോലും പരിചയമില്ല. എന്നാലും കുറച്ചുകൂടെ കോൺക്രീറ്റ് ആയ എവിഡൻസോട് കിട്ടിയിട്ട് പോരെ? സാർ, ഈ കേസിൽ എൻക്വയറി ഓഫീസർ സാറല്ല, ഞാനാണ്. എനിക്ക് ഉറപ്പുണ്ട് ഇത് അവൻ തന്നെ ചെയ്ത. പ്ലീസ് ട്രസ്റ്റ് മീ. സാർ പോയിട്ട് കൃഷ്ണൻ്റെ അടുത്ത് ചോദിക്കാനുള്ള ചോദിക്കാം. ഇവൻ തന്നെയാണോ? 100% ഉറപ്പാണോ? ഉറപ്പാണ് സാർ. ഇവനെ തന്നെയാണ് ഞാനെന്ന് ആ വീട്ടിൽ ഡ്രോപ്പ് ചെയ്തത്. എന്നെ എവിടെ ഡ്രോപ്പ് ചെയ്തെന്നാ ഇയാൾ പറയണം? എനിക്ക് ഇയാളെ അറിയില്ല സാറേ, സത്യമായിട്ടും. ഇവൻ ആ വീട്ടിലേക്ക് കയറി ചെല്ലുന്നതും ബെല്ലടിക്കുന്നതും ആ പാവം പെങ്കൊച്ചുവന്ന് വാതിൽ തുറന്നു കൊടുക്കുന്നതും ഞാൻ എൻ്റെ കണ്ണുകൾ കൊണ്ട് കണ്ടതാണ് സാർ. ഇവൻ സാമദ്രോഹിയാണ്, ഇവനെ ജയിലിലടക്കണം സാർ. ഞാൻ കണ്ടതാണ്. ഇവൻ തന്നെയാണ് സാർ. നീ തന്നെയാണ്. ജയിലിലടക്കണം. Bye.